ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ആദ്യമേ ഞാൻ പറയാം, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കട്ട് ഓഫ് അനാലിസിസ് അല്ല. ഓക്കെ, ഈ ഒരു വീഡിയോ കട്ട് ഓഫ് അനലൈസിസ് അല്ല. കട്ട് ഓഫ് അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ ഫേസും കഴിയണം. അതിലേത് ഫേസാണ് ഡിഫിക്കൽട്ടി, ഏത് ഫേസാണ് ഈസി, അതൊക്കെ നോക്കി അതിൻ്റെ ഡിഫറൻസ് ഒക്കെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നത്തെ ഒരു എക്സാം ഒരു ആവറേജ് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്ന ഒരു ചെറിയൊരു അനാലിസിസ് ആണ്. ഓക്കെ, എത്ര കിട്ടിയവർക്ക് സേഫ് ആയിരിക്കും, എത്ര മാർക്ക് കിട്ടിയവർ സേഫ് ആയിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഞാനിതിൻ്റെ ആൻസർ കീ ഒന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ അല്ലെങ്കിൽ ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ PSCൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ഒക്കെ വരും. ഓക്കെ, ആൻഡ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് വാസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. ഓക്കെ, ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ അല്ല ഇന്ന് കണ്ടത്. ഇറ്റ് വാസ് ലിറ്റിൽ ലെങ്തി ആൻഡ് ഇറ്റ് വാസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. ഇംഗ്ലീഷ് നല്ലതുപോലെ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് ഒരു 12 മാർക്ക്, ഒരു 13 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇംഗ്ലീഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഒത്തിരി പേർക്ക് ടൈം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നു. ഓക്കെ, സോ ഇംഗ്ലീഷിൽ ഒരു നല്ലതുപോലെ പ്രിപ്പയർ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 12 മാർക്ക് ആവറേജ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ കൂടുതൽ സ്കോർ ചെയ്തവരുണ്ടാവും. ഞാനിവിടെ പറയുന്നത് ആവറേജ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയുടെ കാര്യം മാത്രമാണ്. ഓക്കെ, 10 മാർക്ക് 11 മാർക്കൊക്കെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. കാര്യം കമ്പാരിറ്റീവ്, പിന്നെ പാസീവ്, ഇഡിയംസ്, ക്വസ്റ്റ്യൻ ടാഗ്, പിന്നെ ഇൻകറക്റ്റ് സ്പെല്ലിങ്, പിന്നെ ഗ്രാമറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ജെറുണ്ട്. അതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, നമുക്കറിയാം. ഓക്കെ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, സോ ഇംഗ്ലീഷ് വാസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. ഓവറോൾ അത് ഡിഫിക്കൽട്ട് ആയിരുന്നു. സാധാരണയുള്ള പോലെ എന്താ പറയുക, 1 ലൈൻ ആയിട്ടുള്ള ക്വസ്റ്റ്യനും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലായിരുന്നു, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി മലയാളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മലയാളം എളുപ്പമായിരുന്നു. മലയാളത്തിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. മലയാളം വാസ് ഡീസൻറ്റ്. ഒരു നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥിക്ക് 5 മാർക്കൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു മലയാളം. ഓക്കെ, പിന്നെ ശരിയായ വാക്യം, പിന്നെ ട്രാൻസ്ലേഷൻ, പിന്നെ ചേർത്തെഴുത്ത്, അതൊക്കെ നമുക്ക് ഒരു നല്ലോണം പഠിച്ചു പോയ ഒരു ഉദ്യോഗാർത്ഥിക്ക് 4 മാർക്ക് 5 മാർക്ക് മിനിമം സ്കോർ ചെയ്യാൻ പറ്റും. ആവറേജ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിനും കൂടുതൽ സ്കോർ ചെയ്തവരുണ്ടാവും. മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാത്സ് നമുക്ക് ഈസിയായി തോന്നുമെങ്കിലും മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരു 5-6 ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒത്തിരി സമയം പോകേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, മാത്സിൽ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് 13 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, 13 മാർക്ക് എനിക്ക് 15 മാർക്ക് മാക്സിമം. ഒരു 5-6 ക്വസ്റ്റ്യൻസ് നല്ല ഡിഫിക്കൽട്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ. മാത്സിലെ ക്വസ്റ്റ്യൻസ് ഒന്നും ലെങ്തി ആയിരുന്നില്ല, ബട്ട് ഇറ്റ് വാസ് ട്രിക്കി. സമയം ഒരുപാട് കൺസ്യൂം ചെയ്യാൻ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇട്ടേണ്ടത്. പിന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡയറക്ഷൻസ്, പിന്നെ സിംപ്ലിഫിക്കേഷൻസ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കറിയാവുന്നൊരു ക്വസ്റ്റ്യൻസ്. എങ്ങനെയായാലും ഒരു 13 മാർക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ജി കെയുടെ കാര്യമാണല്ലോ നമ്മൾ നോക്കുക സമയത്ത് നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് ജി കെ. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് അല്ല, ഇറ്റ് ഈസ് നല്ല ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ജി കെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽസും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ 1 ലൈൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. 1 ലൈൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല. അത്യാവശ്യം പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അത് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ആൻഡ് ജി കെയിൽ നമുക്ക് നല്ലതുപോലെ പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് ഐ തിങ്ക് ഒരു 18 മാർക്ക് മുതൽ 21 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. ഓക്കെ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആവറേജ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥിക്ക് ഒരു 18-20 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരുന്നു. ഓക്കെ, നമ്മൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു അത്യാവശ്യം പഠിച്ചൊരു ഉദ്യോഗാർത്ഥിയുടെ മാർക്കാണ്. ഇതിൽ കൂടുതൽ സ്കോർ ചെയ്ത ഒത്തിരി പേരുണ്ടാവും. ഓക്കെ, സോ ഓവറോൾ നമുക്ക് എന്താ പറയുക, ഒരു 46 മാർക്ക് മുതൽ ഒരു 52 മാർക്ക് സ്കോർ ചെയ്തവർ ഉണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെയാണ് എക്സാം എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഒരു 48 മാർക്ക്, ഒരു 50 മാർക്കിൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക.
ഇനി സബ് ഇൻസ്പെക്ടറാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തത് ഉദ്ദേശിക്കുന്നെങ്കിൽ, ഒത്തിരി പേര് SI പോസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു 45 മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുക, സൈക്കോളജി ഒക്കെ വെച്ച് തുടങ്ങുക. ഓക്കെ, സോ എക്സാം ഡിഫിക്കൽട്ട് ആണെങ്കിലും നമുക്കറിയാം ഇതിനും ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാം നടന്നിട്ട് പോലും ഉദ്യോഗാർത്ഥികൾ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ടായിരുന്നു. അതാണ് സത്യം. എത്ര ഡിഫിക്കൽട്ടാണെങ്കിലും മാർക്ക് വാങ്ങിച്ചവരുണ്ടാവും. പിന്നെ ഇതൊരു ഡിഗ്രി പ്രിലിംസാണ്, വേക്കൻസീസ് ഒക്കെ കുറവാണ്, അതിനനുസരിച്ചുള്ള കട്ട് ഓഫ് എന്തായാലും ഉണ്ടാവും. ഐ എം എക്സ്പെക്റ്റിംഗ് ഒരു 48-49 മാർക്കൊക്കെ ഇന്നത്തെ എക്സാമിന് വാങ്ങിച്ചിട്ടുള്ളത്. ദേ ആർ സേഫ്, 100% അവർ സേഫാണ്. ഞാനീ പറയുന്നത് പ്രൊഫഷണൽ ആൻസർ കീ വെച്ചിട്ടൊന്നുമല്ല, അതേപോലെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആൻസർ കീ വെച്ചിട്ടുമല്ല, PSCയുടെ ഒഫീഷ്യൽ ആൻസർ കീ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പ്രൊഫഷണൽ ഇപ്പം വെച്ച് നോക്കുന്നത് നിങ്ങൾക്ക് 55-56 ഒക്കെ കിട്ടും. ഒഫീഷ്യൽ ആൻസർ കീ വെച്ച് നോക്കുന്ന സമയത്ത് അത് 44-45 ഒക്കെ ആവും. ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ഡിലീഷനൊക്കെ വരും. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഞാൻ PSCയുടെ ഒഫീഷ്യൽ ആൻസർ കീ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വേക്കൻസീസും നമുക്ക് LSTക്ക് വി ആർ എക്സ്പെക്റ്റിംഗ് വേക്കൻസി 200 വേക്കൻസി നമ്മൾ LSTDക്ക് സെക്രട്ടറിക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിട്ട്. അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിനും ഒരു 200 വേക്കൻസീസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സോ LSTDക്ക് 4,50,000 നിയർലി അപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. SIക്ക് 2,18,000 അത്രയേ അപ്ലിക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു 5 മാർക്ക് 6 മാർക്ക് സബ് ഇൻസ്പെക്ടറിന് കട്ട് ഓഫ് കുറവായിരിക്കും എന്ന് പറഞ്ഞത്. ഓക്കെ, സോ 48 മാർക്ക് വാങ്ങിച്ചവർ, 49 മാർക്കൊക്കെ വാങ്ങിച്ചവർ അവരുടെ മെയിൻസ് പ്രിപ്പറേഷനായി മുമ്പോട്ട് പോവുക. ആൻഡ് ഇപ്പോൾ 35 മാർക്കും 30 മാർക്കൊക്കെ കിട്ടിയവർ ജസ്റ്റ് ഗോ ഫോർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അടുത്ത വർഷം എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്.